ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ആജാനലംബിതഭുജൗ കനകാവദാദോ സങ്കീർത്തനൈകപിതരോ കമലായതാക്ഷോ വിശ്വംഭരോ ദ്വിജവരോ യുഗധർമ്മപാലോ വന്ദേ ജഗത്പ്രിയകരോ കരുണാവതാരോ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയെ നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകി ഭക്തിർഭവതി നൈഷ്ഠികി. ഓക്കെ, ശ്ലോകം 15, അധ്യായം 2, സ്കന്ധം 1. ഇതാണ് നമ്മൾ അവസാനം 14-ാമത്തെ ശ്ലോകമാണ് ചർച്ച ചെയ്തത്. 15-ാമത്തെ ശ്ലോകം മുതൽ നോക്കാം. ഓക്കെ. യദ് അനുദ്യാസിനാ യുക്താ കർമ്മഗ്രന്ഥി നിബന്ധനം ചിന്തന്തി കോപിതാസ്തസ്യ കോ ന കുര്യാത് കതാരതിം. യദ് അനുദ്യാസിനാ യുക്താ കർമ്മഗ്രന്ഥി നിബന്ധനം ചിന്തന്തി കോപിതാസ്തസ്യ को न कुर्यात् कतारतिं. यद् अनुध्यासीना युक्ताः कर्मग्रन्थि निबन्धनं चिन्तन्ति कोविदास्तस्य को न कुर्यात् कतारतिं. Yes. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. യദനുസ്യാസിനായുക്ത കർമ്മഗ്രന്ഥി നിബന്ധനം ചിത്തന്തി കോവിദാസ്തസ്യ കോ ന കുര്യാൽ കദാരതിം. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും? ഓക്കെ. ട്രാൻസ്ലേഷൻ. Translation and purport by Srila Prabhupada. Srila Prabhupada ki jai. Okay. With sword in hand, intelligent men cut through the binding knots of reactionary work, karma, by remembering the Supreme Personality of Godhead. Therefore, who will not pay attention to his message? Beautiful. നല്ല ഒരു ശ്ലോകം. അതായത് ഈ ശ്ലോകത്തിൽ പറയുന്നത് കട്ടിങ് ദ നോട്ട്സ്. വിത്ത് ദ sword in the hand, ഇൻ്റലിജൻറ്റ് മെൻ കട്ട് ത്രൂ ദ ബൈൻഡിങ് നോട്ട്സ്. എന്താണ് സ്വോർഡ്? സ്വോർഡ് എന്താണെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. സ്വോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൾ ഉപയോഗിച്ച് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് വാൾ അല്ലെങ്കിൽ നമ്മുടെ ആയുധം? ആയുധം ഉപയോഗിച്ച് കട്ട് ചെയ്യുക. ബുദ്ധിയുള്ളവർ ഇപ്പോൾ നമ്മളത് കാണാം. ശിലപ്രഭാത് ഭാവത്തിൽ പറയുന്നുണ്ട്. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബുദ്ധിയുള്ളവർ കർമ്മബന്ധനങ്ങളെ മുറിക്കും. റിമെമ്പറിങ് ദ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. ഭഗവാനെ ഓർക്കുമ്പോൾ, ഭഗവാനെ ഓർക്കുക, ഭഗവാന്റെ സ്മൃതി. ഭഗവാന്റെ സ്മൃതി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ സ്മരിക്കുകയാണെങ്കിൽ ആക്ച്വലി നമ്മുടെ ശുദ്ധീകരണം നടക്കുവാണ്. ശുദ്ധീകരണം നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കർമ്മബന്ധനങ്ങളെ നമ്മൾ ആക്ച്വലി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതാണ് ശരിയായിട്ടുള്ള ആയുധം. ഭഗവാനെ ഓർക്കുക, സ്മരണം. സ്മരണം എന്ന് പറയുന്നത് വിഷ്ണു, നമ്മൾ പറയുന്നു നവവിധ ഭക്തിയിൽ കീർത്തനം, സ്മരണം, നമ്മൾ കീർത്തനം, സ്മരണം. അവിടെ സ്മരണം പറയുന്നുണ്ട്, വിഷ്ണു സ്മരണം എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഭഗവാനെ സ്മരിക്കുന്ന കാര്യം. ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ തടസ്സങ്ങളും അല്ലെങ്കിൽ എല്ലാവിധ കർമ്മബന്ധനങ്ങളിൽ നിന്നും മുക്തരാവാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ വല്ലപ്പോഴും സ്മരിക്കുന്ന കാര്യമല്ല പറയുന്നത്. നിരന്തരം സ്മരിക്കുകയാണെങ്കിൽ, ഓർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർമ്മബന്ധനങ്ങൾ അതെല്ലാം കട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുന്നു, അതുകൊണ്ട് ആർക്കാണ് ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമില്ലാത്തത്, അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും പറയുമ്പോൾ അതിൽ ശ്രദ്ധ കൊടുക്കാതെ ആരാണ് ഇരിക്കുന്നത്? എല്ലാവരും അതിൽ ശ്രദ്ധ കൊടുക്കുന്നു. കാര്യം നമ്മളെല്ലാവരും ഇവിടെ പെട്ടിരിക്കുകയാണ് ഈ കർമ്മങ്ങൾ കാരണം. കർമ്മബന്ധനത്തിൻ്റെ പിടിയിലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. അപ്പോൾ ഈ കർമ്മബന്ധനങ്ങളെ മുറിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ലക്ഷ്യം. കർമ്മബന്ധങ്ങളെ മുറിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവത് സാക്ഷാത്കാരം, ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ.
സോ അതിനുള്ള വഴിയാണ് അത് ഭഗവാനെ കുറിച്ച് ഓർക്കുക എന്നുള്ളത്. ഭഗവാനെക്കുറിച്ച് ഓർക്കണമെങ്കിൽ, സ്മരണം വേണമെങ്കിൽ എന്താണ് വേണ്ടത്? ആദ്യത്തെ 2 കാര്യങ്ങളും വേണം. എന്തൊക്കെയാണ് 2 കാര്യങ്ങൾ? ജീവസാധനങ്ങളും ശ്രവണവും കീർത്തനവും. ശ്രവണവും കീർത്തനവും ഉണ്ടെങ്കിലാണ് സ്മരണം വരുന്നത്. ഭഗവാനെക്കുറിച്ച് ശ്രവിക്കുക, ഭഗവാന്റെ കീർത്തനം അല്ലെങ്കിൽ ഭഗവാനെ സ്തുതിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ കീർത്തനം ചൊല്ലുക. ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്മരണം വരുന്നത്, അത് സ്മരണത്തിലേക്ക് എത്തിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഭഗവാനെ ഓർക്കുവാൻ സാധിക്കില്ല. ലീലകളൊന്നും കേൾക്കുന്നില്ലെങ്കിൽ, ഭഗവാന്റെ ആക്ടിവിറ്റീസ് ഇല്ലെങ്കിൽ, ഭഗവാന്റെ ക്വാളിറ്റീസ് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ആ വ്യക്തിയെ ഓർക്കാൻ സാധിക്കും? ഏത് വ്യക്തിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഒരു വ്യക്തിയെക്കുറിച്ച് ഓർമ്മ വരുന്നത് എങ്ങനെയാണ്? ആ വ്യക്തിയുമായിട്ട് നമ്മൾ ഇടപെട്ട സാഹചര്യങ്ങൾ നമ്മൾ ഓർക്കും, അല്ലേ? ഒരാളെ നമ്മൾ ഓർക്കുന്നത് ബേസിക്കലി എങ്ങനെയാണ്? ഒരാളെക്കുറിച്ച് നമുക്ക് പ്രിയപ്പെട്ട ഫ്രണ്ടാവോ അല്ലെങ്കിൽ ആരെങ്കിലും ആവട്ടെ, ഫ്രണ്ട്സ് ആവട്ടെ, അപ്പോൾ നമ്മൾ അവരെ ഓർക്കും. ചിലപ്പോൾ ഓർക്കുന്നത് എന്താണ് ഓർക്കുന്നത്? നമ്മൾ അവരുമായിട്ട് സംസാരിച്ചിട്ടുള്ള കാര്യം, നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലേ? അപ്പോൾ ആ വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളും അല്ലെങ്കിൽ ഇൻസ്റ്റൻസസുമാണ് നമ്മൾ ഓർക്കുന്നത്. സോ അതേപോലെ ഭഗവാനെക്കുറിച്ച് ഭഗവാനെ ഓർക്കണമെങ്കിൽ ഭഗവാനെക്കുറിച്ച് നമ്മൾ കേൾക്കണം, അല്ലേ? ഭഗവാന്റെ ഭഗവാനെക്കുറിച്ചുള്ള കഥകളാവട്ടെ, ലീലകളാവട്ടെ, ഇതെല്ലാം കേൾക്കുമ്പോഴാണ് നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് ഓർമ്മ വരുന്നത്. യെസ്, പ്രഭുപാദിൻ്റെ പർപ്പോട്ട് വായിക്കാം. ദ കോൺടാക്ട് ഓഫ് ദ സ്പിരിച്വൽ സ്പാർക്ക് വിത്ത് മെറ്റീരിയൽ എലമെൻറ്റ്സ് ക്രിയേറ്റ്സ് എ നോട്ട് വിച്ച് മസ്റ്റ് ബി കട്ട് ഇഫ് വൺ വാണ്ട്സ് ടു ബി ലിബറേറ്റഡ് ഫ്രം ദ ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ് ഓഫ് ദ ഫ്രൂട്ടി വർക്ക്. അപ്പം നമുക്കറിയാം, നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും, എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും അതിന് റിയാക്ഷൻ ഉണ്ട് എന്നുള്ളത്, അല്ലേ? ആ റിയാക്ഷൻ വരുന്നത് കൊണ്ട് അത് പുണ്യമാവട്ടെ പാപമാവട്ടെ റിയാക്ഷൻ തന്നെയാണ്. അതിനെ അപ്പോൾ പുണ്യത്തിൻ്റെ റിയാക്ഷൻ ആണെങ്കിലും പാപത്തിൻ്റെ റിയാക്ഷൻ ആണെങ്കിലും ഇത് രണ്ടും കർമ്മബന്ധനത്തിൻ്റെ കാരണമാണ്. നമുക്ക് വേണ്ടത് ആധ്യാത്മികമായിട്ടുള്ള ക്രെഡിറ്റാണ് വേണ്ടത്, അല്ലാതെ പുണ്യത്തിൻ്റെ ക്രെഡിറ്റും വേണ്ട, പാപത്തിൻ്റെ ക്രെഡിറ്റും നമുക്ക് ആവശ്യമില്ല. അതെല്ലാം കർമ്മബന്ധനത്തിന് കാരണമാണ്. അപ്പോൾ ഇവിടെ പറയുന്നു ദ കോൺടാക്ട് ഓഫ് സ്പിരിച്വൽ സ്പാർക്ക് വിത്ത് മെറ്റീരിയൽ എലിമെൻറ്റ്സ്. അതായത് സ്പിരിച്വൽ സ്പാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ആത്മാവിനെക്കുറിച്ച്, നമ്മളെക്കുറിച്ച്, നമ്മുടെ ആക്ച്വൽ ഐഡൻറ്റിറ്റി, നമ്മൾ എല്ലാവരും ജീവാത്മാക്കളാണ്. അപ്പോൾ ജീവാത്മാക്കൾ ഭൗതിക തലത്തിലുള്ള മൂലകങ്ങളുമായിട്ട് ഒരു ഇൻറ്ററാക്ഷൻ വരുമ്പോൾ, കോൺടാക്റ്റ് വരുമ്പോഴാണ് അവിടെ കർമ്മം സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ കുരുക്ക് വീണു തുടങ്ങുന്നത്. സോ അതിൽ നിന്ന് പുറത്ത് വരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് അടുത്തത് പറയുന്നത് പ്രഭുപാജി. ലിബറേഷൻ മീൻസ് ഫ്രീഡം ഫ്രം ദ സൈക്കിൾ ഓഫ് റിയാക്ഷണറി വർക്ക്. ഇപ്പോൾ ലിബറേഷൻ എന്ന് ഉദ്ദേശിക്കുന്ന മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കർമ്മബന്ധനങ്ങളിൽ നിന്നും ഈ റിയാക്ഷൻസിൽ നിന്നുമൊക്കെ ഉള്ള മുക്തി, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരുന്നത് അവസ്ഥയാണ് മുക്തി എന്ന് പറയുന്നത്. ദിസ് ലിബറേഷൻ ഓട്ടോമാറ്റിക്കലി ഫോളോസ് ഫോർ വൺ ഹു കോൺസ്റ്റൻ്റ്ലി റിമെമ്പേഴ്സ് ദ ട്രാൻസെൻഡൻ്റൽ പാസ്റ്റ് ടൈംസ് ഓഫ് ദ ലോർഡ്. ഇതാണ് പോയിന്റ്. സോ എങ്ങനെയാണ് നമുക്ക് ഈ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തരാവാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ മുക്തി നേടാൻ സാധിക്കുന്നത്? വൺ ഹു കോൺസ്റ്റൻ്റ്ലി റിമെമ്പേഴ്സ് ദ ട്രാൻസെൻഡൻ്റൽ പാസ്റ്റ് ടൈം. സോ ഭഗവാനെക്കുറിച്ച് നിരന്തരം നമ്മൾ സ്മരിക്കുമ്പോൾ, ഓർക്കുമ്പോൾ, ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ ക്വാളിറ്റീസും നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ മുക്തരാവുന്നു ഈ കർമ്മബന്ധനങ്ങളിൽ നിന്ന്. അപ്പോൾ അതാണ് നമ്മുടെ ആയുധം. ഇവിടെ സ്വാഡിനെ കുറിച്ച് പറയുന്നു, വാളിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വാള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെക്കുറിച്ച് ഓർക്കുന്നതാണ്, അതാണ് ആയുധം. ആ സ്മരണയാണ് ആയുധം. ദിസ് ഈസ് ബിക്കോസ് all the activities of the Supreme Lord, His Leela, are transcendental to the modes of material nature. So എന്തുകൊണ്ട് കർമ്മബന്ധനത്തിൽ നിന്ന് മുക്തരാവാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ മുക്തരാവും? കാരണം എന്താണെന്ന് വെച്ചാൽ ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാം തന്നെ അതീന്ദ്രിയ തലത്തിലുള്ളതാണ്. ഭൗതിക ലോകത്തിലെ ത്രിഗുണങ്ങളുടെ കീഴിൽ വരുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് ആണ് നമുക്ക് അതിൽ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തരാവാൻ സാധിക്കുന്നത്. അതീന്ദ്രിയ തലത്തിലുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട്. നമ്മൾ കേൾക്കുന്നത് ഈ ലോകത്തുള്ള കാര്യങ്ങളാണെങ്കിലോ, നമ്മൾ സിനിമയെക്കുറിച്ചോ സീരിയലോ എന്തെങ്കിലും ആവട്ടെ, അങ്ങനെയുള്ള മറ്റുള്ള ന്യൂസ് ആവട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ തോന്നുന്നുണ്ടോ നമുക്ക് കർമ്മബന്ധനത്തിൽ നിന്ന് മുക്തരാകുമെന്നുള്ളത്? കർമ്മബന്ധനത്തിൽ നിന്ന് മുക്തരാവില്ല, ഉറപ്പാണ്. കർമ്മബന്ധനങ്ങൾ കൂടുകയുള്ളൂ.
കാര്യം നമ്മൾ അതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നു, ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുക മാത്രമല്ല, ആ രീതിയിൽ നമ്മൾ പെരുമാറുന്നു, ആ രീതിയിൽ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നു. അതോടുകൂടി കർമ്മബന്ധനങ്ങൾ കൂടുകയുള്ളൂ, മുക്തരാവാൻ സാധിക്കില്ല. സോ ഇവിടെ നേരെ തിരിച്ചാണ്. ഭഗവാനെക്കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എന്തുമാണെങ്കിലും അതിൽ നമ്മളെ ആക്ച്വലി മുക്തിയുടെ പാതയിലേക്ക് കൊണ്ടുപോകും. They are all attractive spiritual activities, and therefore constant association with the spiritual activities of the Supreme Lord gradually spiritualizes the conditioned soul and ultimately severs the knot of material bondage. So ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എന്താണെങ്കിലും ശ്രവണം, കീർത്തനം, സ്മരണം, ഇതെല്ലാം തന്നെ ആധ്യാത്മിക തലത്തിലുള്ള, ആത്മീയ തലത്തിലുള്ള കാര്യങ്ങളാണ്, ഭക്തിയുത സേവനങ്ങളാണ്. ഇങ്ങനെ ഇതെല്ലാം ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഭൗതിക തലത്തിലുള്ള കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തരാവാൻ സാധിക്കുന്നത്. അതാണ് പോയിന്റ്. അല്ലാതെ വേറെ ഒരു മാർഗ്ഗവുമില്ല. സോ ലിബറേഷൻ ഫ്രം മെറ്റീരിയൽ ബോണ്ടേജ് ഈസ് ദെയർ ഫോർ എ ബൈ പ്രൊഡക്റ്റ് ഓഫ് ഡിവോഷൻ സർവീസ്. അതാണ് പറയുന്നത്. ഇപ്പോൾ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നടക്കും, മുക്തി. നമ്മൾ അതിനു വേണ്ടി വേറെ കോഴ്സ് പഠിക്കേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി നടന്നിരിക്കും. Attainment of spiritual knowledge is not sufficient to ensure liberation. Such knowledge must be overcoated with devotional service so that ultimately the devotional service alone predominates. Then the liberation is possible. എന്താണ് പറയുന്നത്? സ്പിരിച്വൽ നോളജ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. അതായത് നോളജ് എന്ന് പറഞ്ഞാൽ ജ്ഞാനം മാത്രം ആയതുകൊണ്ട് മുക്തരാവില്ല. ജ്ഞാനം നമ്മൾ വിജ്ഞാനമാക്കുമ്പോൾ, അതായത് നമ്മളതിനെ റിയലൈസ് ചെയ്ത് നമ്മളതിനെ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഭക്തിയുത സേവനങ്ങളിലൂടെയാണ്. നമ്മുടെ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങളും നമ്മൾ ആരാണെന്നുള്ളതും ഭഗവാൻ ആരാണെന്നുള്ളതും നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതും നമ്മുടെ ശരിയായിട്ടുള്ള ധർമ്മം, സ്വധർമ്മം, ശരിയായിട്ടുള്ള പരോധർമ്മം എന്താണ് എന്നുള്ളതും, പരോധർമ്മം എന്താണ്? ഭക്തിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് നമ്മൾ അത് പെരുമാറുമ്പോൾ, അതായത് ഭഗവാനുമായിട്ടുള്ള സംബന്ധം നമ്മൾ അറിയുന്നു, ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ നമ്മൾ മനസ്സിലാക്കുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആഭിധേയം ചെയ്യുന്നു. ആഭിധേയം എന്ന് പറഞ്ഞാൽ പ്രോസസ്സുകൾ, ഭക്തിയുത സേവനങ്ങൾ, ആഭിധേയം. സോ പ്രോസസ്സ്, അതായത് സംബന്ധം എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കണക്ഷൻ, പിന്നെ നമ്മൾ ആഭിധേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സുകൾ, അത് ഫോളോഡ് ബൈ നമ്മൾ ഇനീഷ്യൽ കണക്ഷൻ വന്നു, പിന്നെ നമ്മൾ ബാക്കിയുള്ള അതിൻ്റെ വഴികൾ കുറേ അതിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് അവസാനം നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു. അതാണ് സംബന്ധ ആഭിധേയ പ്രയോജന. സംബന്ധം എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കണക്ഷൻ, ആഭിധേയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർദർ നമ്മൾ ആ കണക്ഷൻ കിട്ടിയതിന് ശേഷം വാട്ട് വി ആർ ഗോയിങ് ടു ഡു, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, അതാണ് ആഭിധേയ. ആൻഡ് ഫൈനലി പ്രയോജനം എന്ന് പറഞ്ഞാൽ ഗോൾ, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്താണ്. അപ്പോൾ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ആദ്യം സംബന്ധം വേണം, ആദ്യം കണക്ഷൻ വേണം. കണക്ഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെറും കണക്ഷൻ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. കണക്ഷൻ എന്ന് പറഞ്ഞാൽ വെറും നോളജ് ആയിട്ടുള്ളൂ, ജസ്റ്റ് കണക്റ്റായി. പക്ഷേ അതിനെ നമ്മൾ ആഭിധേയ പ്രോസസ്സ് ഫോളോ ചെയ്തുകൊണ്ട്, ആ ആഭിധേയ പ്രോസസ്സാണ് ഭക്തിയുത സേവനങ്ങൾ, ശ്രവണം, കീർത്തനം, സ്മരണം, നവവിധ ഭക്തി. അതിലൂടെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു. So even the reactionary work of fruity workers can lead one to liberation when it is overcoated with devotional service. Karma overcoated with devotional service is called karma yoga. Similarly, empirical knowledge overcoated with devotional service is called jnana yoga. But pure bhakti yoga is independent of such karma and jnana, because it is alone cannot only endow one with liberation from conditioned life, but also award one the transcendent loving service of the Lord. So ഇവിടെ പ്രഭുജി പറയുന്നത്, ഭക്തിയുത സേവനങ്ങൾ ഇല്ലാതെ ഒന്നും വർക്കാവില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മുക്തിയും അല്ലെങ്കിൽ കർമ്മബന്ധനത്തിൽ നിന്ന് മോക്ഷവും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഭക്തിയുത സേവനങ്ങളുടെ ഒരു ടിഞ്ച് അല്ലെങ്കിൽ ടച്ച് വേണം. അപ്പോൾ ഇവിടെ പറയുന്നു, കർമ്മത്തെ ഡിവോഷണൽ സർവീസ്, കർമ്മത്തെ ഭക്തിയുത സേവനങ്ങളായിട്ട് കോട്ട് ചെയ്യുമ്പോൾ, അതായത് ഡിവോഷണൽ സർവീസ് ആവുന്ന, ഭക്തിയുത സേവനങ്ങളാവുന്ന പെയിന്റ് കൊണ്ട് നമ്മൾ കർമ്മത്തെ പെയിന്റ് അടിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അതിനെ കർമ്മയോഗം എന്ന് പറയുന്നു. ഭക്തിയുത സേവനങ്ങൾ കുറച്ച് ജ്ഞാനയോഗത്തിൽ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ജ്ഞാനത്തിൽ വരുമ്പോഴാണ് ജ്ഞാനയോഗമായി മാറുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ ജ്ഞാനയോഗ, കർമ്മയോഗ, ഈ രണ്ടും ആക്ച്വലി അവിടെ ഭക്തിയുത സേവനങ്ങളുടെ ഒരു ടിഞ്ച് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അതിലൊരു ടച്ച് ഇല്ലെങ്കിൽ ജ്ഞാനയോഗം ഭഗവാനിലേക്ക് എത്തിക്കില്ല,
കർമ്മയോഗം ഭഗവാനിലേക്ക് എത്തിക്കാൻ പോകുന്നില്ല. കാര്യം അതിനെ കർമ്മയോഗം എന്നും ജ്ഞാനയോഗം എന്നും വിളിക്കാനേ സാധിക്കില്ല. വെറും ജ്ഞാന, വെറും കർമ്മ എന്നേ പറയാൻ പറ്റുള്ളൂ. യോഗ എന്ന് പറയുമ്പോൾ അവിടെ കണക്ഷനായി. ആ കണക്ഷൻ എങ്ങനെയാണ് വരുന്നത്? അതിൽ ഭക്തിയുത സേവനങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ മാത്രം. എന്നാൽ ഭക്തിയോഗം മാത്രം എടുക്കുവാണെങ്കിൽ, ഭക്തിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കർമ്മത്തിനും ജ്ഞാനത്തിനും പ്രസക്തിയില്ല, ഭക്തി മാത്രമേ ഉള്ളൂ. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതീന്ദ്രിയ തലത്തിലുള്ള പ്രേമപൂരിതമായിട്ടുള്ള ഭഗവത് സേവനങ്ങളാണ്. അവിടെ കർമ്മവും ജ്ഞാനം എന്ന് പറയുന്ന വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, അവിടെ ഭക്തി മാത്രമേ ഉള്ളൂ. അപ്പോൾ കർമ്മവും ജ്ഞാനവും ത്തിൽ നിന്നും പുറത്താണ് ഭക്തിയോഗം. ഭക്തിയോഗം ആസ് സച്ച് വെരി പവർഫുൾ. ജ്ഞാനയോഗം അല്ലെങ്കിൽ കർമ്മയോഗം, ജ്ഞാനയോഗം പവർഫുൾ ആവുന്നത് കാരണം ഭക്തിയോഗത്തിൻ്റെ അല്ലെങ്കിൽ ഭക്തിയുഗ സേവനങ്ങളുടെ ഒരു ടച്ച് ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. Therefore, any sensible man who is above the average man with a poor fund of knowledge must constantly remember the personality of Godhead by hearing about him, by glorifying him, by remembering him, and by worshipping him always without cessation. എന്താ പറയുന്നത്? സോ കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർ അതുകൊണ്ട് കുറച്ചെങ്കിലും അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്താ ചെയ്യേണ്ടത്? ഭഗവാനെ ഓർക്കുവാൻ, ഭഗവാനെ സ്മരിക്കുക. എങ്ങനെയാണ് സ്മരിക്കുന്നത്? ശ്രവണത്തിലൂടെ, കീർത്തനത്തിലൂടെ, ഗ്ലോറിഫൈങ് ഹിം, റിമെമ്പറിങ്, സ്മരണം, വർഷിപ്പിംഗ് ഹിം, പാദസേവനം അല്ലെങ്കിൽ അർച്ചനം, വിത്തൗട്ട് സെസേഷൻ, അതായത് നിരന്തരമായിട്ട്, തടസ്സമില്ലാതെ, അൺഇൻറ്ററപ്റ്റഡായിട്ട്. സവേ പുംസ പരോധർമ്മ യഥോ ഭക്തിർ അധോക്ഷജെ അഹൈതുകി അപ്രതിഹത. അഹൈതുകി എന്ന് പറഞ്ഞാൽ ഹേതുവില്ലാതെ, അപ്രതിഹത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായിട്ട്, ഇൻറ്ററപ്ഷൻ ഇല്ലാതെ. സോ ദാറ്റ് ഈസ് ദ പെർഫെക്റ്റ് വേ ഓഫ് ഡിവോഷൻ സർവീസ്. പ്രഭുപാദി പറയുന്നു. അപ്പോൾ ഇതാണ് പെർഫെക്റ്റ് വേ ഓഫ് ഡിവോഷൻ സർവീസ്. ഭക്തി സേവനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ദ ഗോസ്വാമീസ് ഓഫ് വൃന്ദാവന ഹു വർ ഓത്തറൈസ്ഡ് ബൈ ശ്രീ ചൈതന്യ മഹാപ്രഭു ടു preach the bhakti cult rigidly followed the rule and made immense literatures of transcendental science for our benefit. സോ ശില പ്രഭുപാദി നമ്മുടെ ഷഡ്ഗോസ്വാമിമാരെ ഓർക്കുന്നു. അദ്ദേഹം പറയുന്നു, ഷഡ്ഗോസ്വാമിമാരെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് നമ്മുടെ എല്ലാവർക്കും ഭക്തിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും നമ്മളെല്ലാവരെയും ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. They have chalked out ways for all classes of men in terms of the different castes and orders of life in pursuance of the teachings of Srimad Bhagavatam and similar authoritative scriptures. സോ അവർ എല്ലാ തരത്തിലുള്ള ആളുകളെയും കാറ്റർ ചെയ്തുകൊണ്ടാണ് അവർ എഴുതിയിട്ടുള്ളത് പുസ്തകങ്ങൾ, നമ്മുടെ എല്ലാവരുടെയും ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട്. സോ ഒരുപാട് പുസ്തകങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. ഈവൻ ഭാഗവതത്തിൻ്റെ കമൻട്രി എഴുതിയിട്ടുണ്ട്. സനാതൻ ഗോസ്വാമി 10th കാൻറ്റോനെ എഴുതിയിട്ടുണ്ട്. പിന്നെ രൂപഗോസ്വാമിയും സനാതൻ ഗോസ്വാമിയുടെ കമൻട്രി എഴുതിയിട്ടുണ്ട്. ജീവഗോസ്വാമി ഡീറ്റെയിലായിട്ട് ഫുൾ ഭാഗവതം, കംപ്ലീറ്റ് ഭാഗവതം ഷഡ് സന്ദർഭം എന്ന് പറയുന്ന രീതിയിൽ, ഷഡ് സന്ദർഭം അദ്ദേഹത്തിൻ്റെ കമൻട്രീസാണ് ജീവഗോസ്വാമിയുടെ. സോ അതെല്ലാം അവരെല്ലാവരും ആക്ച്വലി നമുക്കെല്ലാവർക്കും വേണ്ടി കൂടുതൽ ഇങ്ങനെയുള്ള ലിറ്ററേച്ചേഴ്സ് എല്ലാം എഴുതി നമുക്ക് തന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ പെർഫെക്റ്റ് ഇവിടെ നമ്മളെ ശുദ്ധ ഭക്തരാക്കാൻ വേണ്ടി, ഭക്തിയുടെ പാതയിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവരൊന്നും ചെയ്തില്ലെങ്കിൽ, പ്രഭുപാദ്ജിയെ എടുക്കുക, നമ്മുടെ ആചാര്യന്മാരെ, ഗോസ്വാമിമാരെ എടുക്കുക, ഇവരൊക്കെ കഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ കഷ്ടപ്പെടുക എന്ന് പറഞ്ഞത് അവർ ഒന്നും പ്രതീക്ഷിക്കാതെ സെൽഫ്ലെസ് ആയിട്ട്, ആരിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, ത്യക്വാ തൂർണം അശേഷ മണ്ഡലപതി ശ്രേണിയും സദാ തുച്ഛവത്. മണ്ഡലപതികളായിരുന്ന വലിയ പൈസക്കാരായിരുന്നു രൂപ സനാതൻ ഗോസ്വാമിമാർ. തുച്ഛവത്, അവർ ത്യക്വത്തൂർണം ത്യക്വത്തൂർണം എന്ന് പറഞ്ഞാൽ അവർ ഉടനെ തന്നെ ഒരു താമസിയാതെ അവരെല്ലാം ഉപേക്ഷിച്ചു. ഒരു സുപ്രഭാതത്തിലെല്ലാം ഉപേക്ഷിക്കുകയാണ് അവർ തുച്ഛമായിട്ട്. ആർക്ക് വേണ്ടി? നമുക്കെല്ലാവർക്കും വേണ്ടി. അവർക്ക് ആരെങ്കിലും എന്തെങ്കിലും പൈസ കൊടുത്തു? ഒന്നുമില്ല. അവർ ജീവിക്കുന്നുണ്ടായിരുന്നത്, അവർ താമസിക്കുന്നുണ്ടായിരുന്ന മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു. ഓരോ ദിവസം ഓരോ മരത്തിൻ്റെ ചുവട്ടിൽ, അതും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കില്ല. ആ മരമായിട്ട് അറ്റാച്ച്മെൻറ്റ് വരും എന്ന് പറഞ്ഞിട്ട് അവർ അടുത്ത മരം മാറിക്കൊണ്ടിരിക്കും, ഓരോ മരങ്ങൾ മാറി മാറി മാറി. അതാണ് നമ്മുടെ ഗോസ്വാമിമാർ. നാനാശാസ്ത്ര വിചാരണേക്ക് നിപുണോ സദ്ധർമ്മ സംസ്ഥാപകോ ലോകാനാം ഹിതകാരിണോ ത്രിഭുവനെ മന്യോ ശരണ്യാകരോ രാധാകൃഷ്ണ പദാരവിന്ദ ഭജന നന്ദേന മത്താലികോ വന്ദേ രൂപ സനാതനോ രഘുയുഗോ.
ശ്രീജീവഗോപാലകോ. നാനാശാസ്ത്ര വിചാരണയ്ക്ക് നിപുണോ, അതായത് എല്ലാ ശാസ്ത്രങ്ങളും അവർ അരച്ച് കലക്കി കുടിച്ച് അതിൻ്റെ എസെൻസ് എടുത്ത് അവർ നമുക്ക് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് വേറെ ഒരുപാട് ലിറ്ററേച്ചേഴ്സ് എഴുതി നമുക്ക് തന്നിരിക്കുകയാണ് നമ്മുടെ ഷഡ്ഗോസ്വാമിമാർ. സോ ശിലപ്രഭാജി അവരെ ഓർക്കുന്നു, അവരുടെ പാദങ്ങളിൽ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ശ്ലോകം മനോഹരമായിട്ടുള്ള ശ്ലോകമാണ് അടുത്തത്. ശുശ്രൂഷോ ശ്രദ്ധധാനസ്യ വാസുദേവാ കഥാരുചി സ്യാൻ മഹത്സേവയാ വിപ്രാ പുണ്യതീർത്ഥാനിഷേവനാത്. വായിച്ചോളൂ. ഹരേ കൃഷ്ണ തുളസി. ശുശ്രൂഷോ ശ്രദ്ധദാനസ്യ വാസുദേവാ കഥാരുചിഃ സ്യാത്മഹസ്സേവയാ വിപ്രാ പുണ്യതീർത്ഥാ നിഷേവണാൽ. ഹരേ കൃഷ്ണ. താങ്ക് യു. വേറെ ആരെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭു. ശുശ്രൂഷോ ശ്രദ്ധദാനസ്യ വാസുദേവ കഥാരുചിഃ സ്വാത്മഹത്സേവയാ വിപ്രാ പുണ്യതീർത്ഥ നിഷേവണാൻ. ഹരേ കൃഷ്ണ. താങ്ക് യു. ട്രാൻസ്ലേഷൻ അതെല്ലാം വായിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. അല്ലയോ ദ്വിജ സന്യാസി ശ്രേഷ്ഠന്മാരെ, സർവപാപ നിർമുക്തരായ ശുദ്ധഭക്തരുടെ സേവനത്തിലൂടെ മഹത് സേവനമാണ് നിർവഹിക്കപ്പെടുന്നത്. അത്തരം സേവനങ്ങളിലൂടെ വസുദേവ സന്ദേശങ്ങൾ ശ്രവിക്കുവാനുള്ള അഭിരുചി ഒരാൾ നേടുന്നു. ഹരേ കൃഷ്ണ. മനോഹരമായിട്ടുള്ള ശ്ലോകം. ശുശ്രൂഷു ശ്രദ്ധദാനസ്യ, അതായത് ശുശ്രൂഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ കേൾക്കുന്നത്? ശ്രദ്ധദാനസ്യ, വളരെ ശ്രദ്ധയോടുകൂടി. വാസുദേവ കഥാരുചി, ഭഗവാനെക്കുറിച്ച് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ആരാണോ കേൾക്കുന്നത്? സ്യാൻ മഹത് സേവയാ വിപ്രഹ പുണ്യതീർത്ഥ നിഷേവണാത്. സോ ഇവിടെ പറയുന്നത് സ്യാൻ മഹത് സേവയാ വിപ്രഹ, അതായത് ഭഗവാന്റെ മഹത് സേവയ. മഹത് സേവ എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ ശുദ്ധഭക്തരെ സേവിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സേവിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഭഗവാനെക്കുറിച്ച് കേൾക്കുവാനുള്ള വാസുദേവ കഥാരുചി നമ്മുടെ കൂടും. അതാണ് പറയുന്നത്. നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ഇൻട്രസ്റ്റും ഒക്കെ കൂടുന്നു. അപ്പോൾ എന്താണ് ഇവിടുത്തെ മെയിൻ പോയിന്റ് ഇവിടെ പറയുന്നത്? പ്രഭുജി, ഓ ട്വൈസ് ബോൺ സേജസ്, by serving those devotees who are completely freed from vice, all vice. അതായത് ആരാണ് അങ്ങനത്തെ ആൾക്കാർ? ഫ്രീ ഫ്രം ഓൾ വൈസ് എന്ന് പറയുന്നത് ശുദ്ധഭക്തർ. അങ്ങനെയുള്ളവരെ സെർവ് ചെയ്യുകയാണെങ്കിൽ, സേവനം ചെയ്യുകയാണെങ്കിൽ, ഗ്രേറ്റ് സർവീസ് ചെയ്യണം. അങ്ങനെയുള്ളവരെ സേവിക്കുകയാണെങ്കിൽ ബൈ സച്ച് സർവീസ്, അവരെ സേവിച്ചു കഴിഞ്ഞാൽ എന്താണ് ബെനിഫിറ്റ് ഉണ്ടാവുന്നത്? സെർവ് ചെയ്യുന്ന ആൾക്ക്, സേവനം ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? വൺ ഗെയിൻസ് അഫിനിറ്റി ഫോർ ഹിയറിംഗ് ദ മെസ്സേജ് ഓഫ് വാസുദേവ. ഹരി ബോൾ. നമുക്ക് വേണ്ടത് അതാണ്, ഭഗവാനെക്കുറിച്ച് കേൾക്കാനുള്ള രുചി. എത്ര കേട്ടാലും മതിയാവാതിരിക്കുക. കണ്ടിന്യൂസ് ഹരിക്കഥ പോട്ടെ, 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ. ഇത്തവണ ഞാൻ US പോയപ്പോൾ കണ്ട ഒരു കാര്യമാണ്. 3 ദിവസത്തെ ഹരികഥയായിരുന്നു. ഒരു ആദ്യത്തെ ഞങ്ങൾ പോയ നോർത്ത് കരോലീന എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ അന്നത്തെ ഒരു ദിവസം 6 മണിക്കൂറിൻ്റെ ഹരികഥ. ഹരി ബോലായിരുന്നു. 3 ദിവസം അതേപോലെ, വെള്ളി ശനി ഞായർ. 3 മണിക്കൂർ അമരേന്ദ്ര പ്രഭുവിൻ്റെ ക്ലാസ്, 3 മണിക്കൂർ ഗൗരംഗ ദർശൻ പ്രഭുവിൻ്റെ ക്ലാസ് ഒരു ദിവസം. അടുത്ത ദിവസം ഇതേപോലെ തന്നെ, അങ്ങനെ 3 ദിവസം. അപ്പോൾ കണ്ടിന്യൂസ്ലി 3 ദിവസം 6 മണിക്കൂർ വെച്ച് ഹരികഥ. ടോട്ടൽ 18 മണിക്കൂറിൻ്റെ ഹരികഥ 3 ദിവസത്തിൽ. ഇറ്റ് വാസ് സോ ബ്ലിസ്ഫുൾ ആക്ച്വലി, കണ്ടിന്യൂസ്ലി. അതും അമരേന്ദ്ര പ്രഭു ഭാഗവതം, കൃഷ്ണൻ്റെ കാളിയലീലയായിരുന്നു പറഞ്ഞത്. ഗൗരംഗ ദർശൻ പ്രഭു ഗൗരലീല. അപ്പോൾ കൃഷ്ണലീലയും ഗൗരലീലയും നമുക്ക് ഒരു ദിവസം രണ്ടും ഉണ്ടാവും. ചിലപ്പോൾ കാലത്തും വൈകുന്നേരം, അത് സ്കെഡ്യൂൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടായിരുന്നു. കൃഷ്ണലീലയും ഗൗരലീലയും ഒരു ദിവസം കേൾക്കും, അടുത്ത ദിവസം അങ്ങനെ തന്നെ. സോ ഇറ്റ് വാസ് വെരി നൈസ്. സോ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ,
സാധാരണ ഇങ്ങനെ അധികം നടക്കാറില്ല. ഇത് സപ്താഹത്തിനേക്കാൾ പവർഫുള്ളാണ്. സപ്താഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ പല ടൈപ്പ് ഓഫ് സപ്താഹങ്ങളുണ്ട്. അത് ഹരികഥ പറയുന്ന ആൾ ഒരു പ്രൊഫഷൻ ആയിട്ട് എടുത്ത് ചെയ്യുന്നത് അത് ഹരികഥയല്ല. ഉപജീവന മാർഗമായിട്ട് സപ്താഹങ്ങൾ നടത്തുന്നതും ഭാഗവതം ചെയ്യുന്നതൊക്കെ അത് ഹരികഥയായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ സാധിക്കില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഉദ്ദേശം ഈ ഒരു ഹരികഥ കൊണ്ട് അവരുടെ പ്യൂരിഫിക്കേഷനും അവർ ആലോചിക്കുന്നില്ല. കേൾക്കുന്ന ആളുകൾക്ക് ഇതിനുകൊണ്ട് മെച്ചം ഉണ്ടാവണം, അവരുടെ പ്യൂരിഫിക്കേഷൻ നടക്കണമെന്നും അവർക്ക് ആഗ്രഹമില്ല. അവരുടെ ഒരേ ഒരു ആഗ്രഹം ഈ പോക്കറ്റിനകത്തേക്ക് കുറച്ച് എന്തെങ്കിലും വരണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ഹരികഥ കേട്ടാൽ എന്ത് ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവരുടെ ബാങ്കിലെ അക്കൗണ്ടിൽ പൈസ കൂടുന്നല്ലാണ്ട് ആർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ സമയത്ത് കേൾക്കുന്ന സമയത്ത് ഒരു ഓഫ് കോഴ്സ് ഭഗവാനെക്കുറിച്ച് പ്യൂരിഫിക്കേഷൻ ഉണ്ടാവും, കേട്ടാൽ കുറച്ചൊക്കെ. പക്ഷേ അത് എഫക്റ്റീവ് ആയിരിക്കില്ല. എഫക്റ്റീവ് ആവണമെങ്കിൽ അത് പറയുന്ന ആളുടെ ഇൻറ്റൻഷൻ പ്രോപ്പറായിരിക്കണം. അതേപോലെ തന്നെ അത് ഓർഗനൈസ് ചെയ്യുന്ന ആളുകളുടെ ഇൻറ്റൻഷൻ പ്രോപ്പറായിരിക്കണം. കേൾക്കുന്ന ആൾക്കാരുടെ ഒരു എന്തൂസിയാസവും ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ശ്രദ്ധ, അതാണ് ഇവിടെ പറയുക, ശ്രദ്ധദാനസ്യ, അറ്റൻഷൻ ആൻഡ് കെയർ, അതങ്ങനെയാണ് വാക്ക് ഉപയോഗിക്കുന്നത്. ശ്രദ്ധദാനസ്യ, വളരെ ശ്രദ്ധയോടുകൂടി. ഇപ്പോൾ ഹരികഥ നമ്മുടെ സ്പിരിച്വൽ അഡ്വാൻസ്മെൻറ്റിൻ്റെ ഒരു ലക്ഷണമാണ്. ഇഫ് ഹരികഥ കേൾക്കാനുള്ള ടേസ്റ്റ് കൂടുന്നുണ്ടെങ്കിൽ, നമുക്ക് ടേസ്റ്റ് കൂടുന്നുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് വി ആർ പ്രോഗ്രസിങ്. അതൊരു ലിറ്റ്മസ് ടെസ്റ്റാണ്. നാമം കൂടുതൽ ജപിക്കാൻ തോന്നുന്നതും അതേപോലെ ഹരികഥ കൂടുതൽ കേൾക്കാൻ തോന്നുന്നതും അങ്ങനെ നമുക്കൊരു ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് വി ആർ ഡെഫിനറ്റ്ലി പ്രോഗ്രസിങ് വെരി നൈസ്ലി. സാധാരണഗതിയിൽ ബുദ്ധിമുട്ടാണ്. നാമം എങ്ങനെയൊക്കെ ഒപ്പിക്കും. ഹരികഥയുടെ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക്, അതായത് സ്റ്റോറി കേൾക്കുക മാത്രമല്ല, ഹരികഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി സ്റ്റോറി പാസ്റ്റ് ടൈംസ് മാത്രമല്ല. ഫിലോസഫി ഉണ്ടാവും, അതിൽ കുറച്ച് ഇമോഷൻസ് ഉണ്ടാവും, പലതും ഉണ്ടാവും. എവറിത്തിങ് വിൽ ബി ദർ. അത് മിക്സാണ്. ശാസ്ത്രമാണ്. ശാസ്ത്രത്തിൽ ഫിലോസഫീസും ഉണ്ടാവും, സ്റ്റോറി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതേപോലെ തന്നെ അപ്പോൾ എല്ലാത്തിനും ഒരേപോലെ ടേസ്റ്റ് വേണം. അതാണ് ആക്ച്വലി വേണ്ടത്. സാധാരണഗതിയിൽ പലപ്പോഴും കാണുന്നത്, ഹരികഥ തുടങ്ങിക്കഴിഞ്ഞാൽ ഓർഗനൈസേഴ്സ് വാച്ച് നോക്കി തുടങ്ങും. സമയമായി, പലതവണ ഇൻഡിക്കേഷൻ കിട്ടും. എനിക്കൊക്കെ എത്ര പ്രാവശ്യം കിട്ടിയിട്ടുണ്ടെന്നറിയോ? സമയമായി എന്ന് ഇൻഡയറക്റ്റ്ലി പറയും. ഓവർ ടൈം യു ആർ സ്പീക്കിംഗ് എ ലോട്ട്. സോ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, അത് രുചി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മുടെ സ്പിരിച്വൽ പ്രോഗ്രസ്സിൻ്റെ ഒരു ലക്ഷണമാണ് ആക്ച്വലി. അപ്പോൾ ഇത്തവണ ഞാൻ പോയപ്പോൾ ഐ കുഡ് എക്സ്പീരിയൻസ് ദാറ്റ്. മറ്റുള്ള ഡിവോട്ടീസിനെ നോക്കുമ്പോൾ അന്നുണ്ടായിരുന്നു ഏകദേശം ഒരു എത്ര പേരുണ്ടായിരുന്നു, 400 ആൾക്കാരുണ്ടായിരുന്നു. 400 ആൾക്കാരുടെ ആ പ്രോഗ്രാമിൽ എവ്രിബഡി, അതായത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ, ചെറിയ കുട്ടികൾ മുതൽ വയസ്സായവർ വരെ ഉണ്ട്. കുട്ടികളൊക്കെ അവിടെ ഇരിക്കുന്നത് കാണണം. ചെറിയ കുട്ടികൾ ഒരു അക്ഷരം മിണ്ടാതെ. കുട്ടികൾക്ക് വേറെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവരെ നോക്കാൻ വേണ്ടിയിട്ട്, വളരെ ചെറിയ കുട്ടികൾക്ക്. അല്ലാതെ കേൾക്കാൻ വന്നിരിക്കുന്ന കുട്ടികളുണ്ട് കുറേ പേര്, വളരെ ശ്രദ്ധയോടുകൂടി നോട്ട്ബുക്കൊക്കെ ആയിട്ട്. അതായത് സ്കൂളിൽ പോയി തുടങ്ങിയിട്ടുള്ള കുട്ടികൾ, എഴുതാനൊക്കെ അറിയുന്ന കുട്ടികൾ നോട്ട്ബുക്കൊക്കെ ആയിട്ട് വന്ന് ക്ലാസ്സിലിരിക്കുന്നതാണ്. അതും മനോഹരമായിട്ടുള്ള നോട്ട്സൊക്കെ അവരുണ്ടാക്കുന്നു. നല്ല ഭംഗിയായിട്ട് പടങ്ങളൊക്കെ വരച്ച്, നല്ല ഭംഗിയായിട്ട് ഗ്രാഫെല്ലാം വരച്ച്, എന്തെങ്കിലും പറയുമ്പോൾ ഹൈറാർക്കി എന്തെങ്കിലും പറയുമ്പോൾ കൃഷ്ണ എന്ന് എഴുതി അതിനെ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് അതിന് 2 ആരോ മാർക്ക് കൊടുത്ത് അതിമനോഹരം. ഞാനിങ്ങനെ കണ്ട് അത്ഭുതപ്പെടുമായിരുന്നു. പിന്നെ കുറേ ശ്ലോകങ്ങൾ, ഇവർ 2 പേരും ശ്ലോകത്തിൻ്റെ മാസ്റ്റേഴ്സാണ്. അമരേന്ദ്ര പ്രഭുവും ഗോരംഗദർശൻ പ്രഭുവും. 2 പേരും ക്ലാസ്സുകൾ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഒരു 10-15 സെക്കൻഡിൽ ഒരു ശ്ലോകം വന്നിരിക്കും. 15 സെക്കൻഡ് ഹരികഥയിൽ ഒരു ശ്ലോകം കോട്ട് ചെയ്യും അവർ, അല്ലെങ്കിൽ 20 സെക്കൻഡിൽ ഡെഫിനറ്റ്ലി. 1 മിനിറ്റിൽ എങ്ങനെ പോലും 2 ശ്ലോകം ഉണ്ടാവും. അപ്പോൾ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇത് ശ്ലോകങ്ങൾ വരുമ്പോൾ ചില ശ്ലോകങ്ങൾ പറയുമ്പോഴേക്കും ഇവിടെ കുട്ടികൾ പറയുകയാണ്. കുട്ടികൾ അതിൻ്റെ ബാക്കി പറയുന്നു ഇരുന്ന്. ഞാൻ ഇങ്ങനെ അത്ഭുതം, ഞാൻ എവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു ആക്ച്വലി. എനിക്കാണെങ്കിൽ
ശ്ലോകം കോട്ട് ചെയ്യുന്നു, റെഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോട്ട് ചെയ്യണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആദ്യത്തെ 2 വേർഡ് നോട്ട് ചെയ്ത് കൊടുക്കണം, എന്നാലേ പിന്നെ റെഫർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ഐ വാസ് നോട്ട് ഏബിൾ ടു ക്യാച്ച് അപ്പ്. ബട്ട് ഈ കുട്ടികളൊക്കെ വളരെ സ്മാർട്ടായിട്ട് അവർ കുറേ ശ്ലോകങ്ങൾ അവർ തന്നെ അവർക്ക് അറിയാവുന്നതാണ്. എനിക്ക് നാണമായി ഏതാണ് കോട്ട് ചെയ്തത്, ഏതാ റെഫറൻസ് പറഞ്ഞു എന്ന് പറഞ്ഞു തരുമെന്നൊക്കെ ചോദിക്കണമെന്ന് എനിക്ക് പലപ്പോഴും എനിക്ക് ഇടയ്ക്ക് മിസ്സാവുന്നുണ്ടായിരുന്നു. ഐ വാസ് എംബാരസ്ഡ് ആക്ച്വലി. അപ്പോൾ എനിക്ക് തോന്നി ആക്ച്വലി ഐ വാസ് ബിക്കമിങ് ഹമ്പിൾ. അപ്പോൾ ഇങ്ങനെ ചില ക്രൗഡിൽ പോയിരിക്കുമ്പോൾ ഇത്രയും ടേസ്റ്റുള്ള കേൾക്കാനും പറയുവാനും ഡിസ്കസ് ചെയ്യാനും താല്പര്യമുള്ള അങ്ങനെയുള്ള ക്രൗഡിൽ പോയിരിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷനും അതേപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പറ്റും മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട്. സോ റിയലി ഇറ്റ് വാസ് വെരി വെരി ഇൻസ്പയറിങ് ആക്ച്വലി ഫോർ മീ. ഈ ഒരു യാത്ര ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ഡിവോട്ടീസിനെ കാണാൻ സാധിച്ചു, കുട്ടികളടക്കം. പ്രത്യേകിച്ചും എനിക്ക് ചില കുട്ടികളോട് അവരുടെ കാര്യം പറയാൻ തന്നെ പറ്റുന്നില്ല, ബിക്കോസ് സോ നൈസ്, സോ ഗ്രേറ്റ്. ഓക്കെ, സോ ഇവിടെ പറയുന്നു ശുദ്ധ ഭക്തരെ സേവിക്കുകയാണെങ്കിൽ, ഭക്തരെ സേവിച്ചു കഴിഞ്ഞാൽ വൈഷ്ണവ സേവ ചെയ്ത് കഴിഞ്ഞാൽ, അതാണ് പോയിന്റ്, അണ്ടർലൈനിങ് പോയിന്റ് എന്താണ്? വൈഷ്ണവ സേവ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്താണ് കിട്ടുന്നത്? വാസുദേവ കഥാരുചി, ഭഗവാനെക്കുറിച്ച് കേൾക്കാനുള്ള രുചി നമ്മുടെ കൂടുന്നു. ദിസ് ഈസ് ദ പർപ്പസ്. ഇതാണ് വേണ്ടത്. ഭഗവാനെക്കുറിച്ച് കേൾക്കാനുള്ള രുചി കൂടുക എന്ന് പറയുന്നത് ഭഗവാനെക്കുറിച്ച് കൂടുതൽ കേൾക്കുമ്പോഴാണ് ഭഗവാനെ സ്മരണ വരുന്നത്. സോ ഇത് ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ആക്ച്വലി വൈഷ്ണവ സേവ ചെയ്ത് കഴിഞ്ഞാൽ. പ്രഭുപാദിൻ്റെ പർപ്പോട്ട്: The conditioned life of a living being is caused by revolting against the Lord. There are men called devas or godly living beings, and there are men called asuras or demons who are greatly authority of the Supreme Lord. സോ പ്രഭുപാദി ഇവിടെ പറയുന്നത് ദേവന്മാരെ കുറിച്ചും അസുരന്മാരെ കുറിച്ചും. അത് ദേവന്മാർ ഭഗവാനുമായിട്ട് അല്ലെങ്കിൽ അവർ ഭഗവാനെ ഫോളോ ചെയ്യുന്നവരായിരിക്കും, അസുരന്മാർ ഭഗവാന്റെ എഗൻസ്റ്റ് ആയിരിക്കും. In Bhagavad Gita 16th chapter, a vivid description of the asuras is given, which it is said that asuras are put into lower and lower states of ignorance, life after life, and so sink to the lower animals and have no information of the absolute truth, the personality of Godhead. These asuras are generally rectified to God consciousness by the mercy of Lord's liberated servitors in different countries according to supreme will. So, എന്താണ് പറയുന്നത്? 16th ചാപ്റ്ററിൽ ഭഗവത്ഗീതയിൽ നമ്മൾ പഠിക്കും. സോ അസുരന്മാർ ദേ ആർ പുട്ട് ഇൻ ടു ലോവർ ആൻഡ് ലോവർ സ്റ്റേറ്റ്സ് ഓഫ് ഇഗ്നോറൻസ് ഓഫ് ലൈഫ്. സോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആസുരിക് ചിന്താഗതിയുള്ളവർ അവർ കൂടുതൽ അന്ധകാരത്തിലേക്ക് പോവുകയുള്ളൂ, ബിക്കോസ് അവരുടെ ആഗ്രഹം ഭഗവാൻ എഗൻസ്റ്റ് പോകാനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ അന്ധകാരത്തിലേക്ക് പോകും. ബൈ ദ വേ, അസുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊമ്പും വലിയ മീശയും വലിയ പല്ലും ഉള്ള ആളുകളല്ല. അസുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവിശ്വാസം ഇല്ലാത്തവർ, ഭഗവാന് ആ ഓത്തോറിറ്റി കൊടുക്കാത്തവർ, ഭഗവാന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തവർ. നമ്മളുടെ കൂട്ടത്തിലും അങ്ങനെ ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളൊരു പക്ഷേ ഇപ്പോൾ ഇവിടെ എത്തി, ഇതിന് മുമ്പ് എങ്ങനെയായിരുന്നു? നമ്മളും അസുരന്മാരെ പോലെ ആയിരുന്നു ആക്ച്വലി. വി വർ നോട്ട് കൺസിഡറിങ് കൃഷ്ണ അറ്റ് ഓൾ. അങ്ങനെ ഒരു വ്യക്തിക്ക് ഉള്ള ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിട്ടേ ഇല്ല. നമുക്കെല്ലാം തരുന്ന ഭഗവാനെ നമ്മൾ ഓർക്കാറില്ല, നമ്മൾ വേണ്ട പോലെ റെസിപ്രോക്കേറ്റ് ചെയ്യാറില്ല. കറക്റ്റ് അല്ലേ? സോ ആക്ച്വലി നമ്മളെല്ലാവരും ആസുരിക് ചിന്താഗതിയിലുള്ളവരായിരുന്നു. ആക്ച്വലി ഡീമൺസിൻ്റെ കാറ്റഗറിയിൽ നമ്മളെ വിളിക്കാൻ ആക്ച്വലി പറ്റുമായിരുന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ അന്ധകാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നമ്മളെ രക്ഷിക്കാനായി ആര് വരുന്നത്? ശീലപ്രഭുപാദ് വരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. സെയിം ഇത് ആക്ച്വലി ഈ സെൻറ്റൻസ് ഈസ് ഫോർ എസ്. ആക്ച്വലി ഇത് നമുക്കുള്ള സെൻറ്റൻസ് ആണ്. വായിച്ചു നോക്കൂ. അസുരാസ് ആർ പുട്ട് ഇൻ ലോവർ സ്റ്റേറ്റ്സ് ഓഫ് ഇഗ്നോറൻസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ചിലപ്പോൾ നമുക്ക് മനുഷ്യൻ്റെ രൂപം അല്ലെങ്കിൽ ബോഡി പോലും നഷ്ടപ്പെട്ട് വീണ്ടും ആനിമൽ സ്പീഷീസിലേക്ക് പോകാനുള്ള ചാൻസും ഉണ്ട്. എങ്ങനെ? നമ്മുടെ ഇഗ്നോറൻസ് കൂടിക്കഴിഞ്ഞാൽ. അതായത് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ. വാട്ട് ഈസ് ഇഗ്നോറൻസ്? ബേസിക്കലി സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ. ഭൗതിക ലോകത്തിലെ നമ്മുടെ സെൻസ് തന്നിട്ടുള്ള എല്ലാ സെൻസസും ഉപയോഗിച്ച് നമ്മൾ അതിനെ ഇന്ദ്രിയ സുഖഭോഗങ്ങൾ നേടാൻ നോക്കുകയാണെങ്കിൽ വി ആർ ആക്ച്വലി ഗോയിങ് എഗെയിൻസ്റ്റ് ഫ്രം കൃഷ്ണ. സോ വാട്ട് എവർ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, അതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത് നമ്മുടെ പ്രൈവറ്റ് അല്ലെങ്കിൽ നമ്മുടെ സെക്ഷൽ ഇൻക്ലിനേഷൻസ് ഒക്കെ. സോ ദ മോർ വി ആർ ഇൻഡൽജിങ് ഇൻ, ദ മോർ വി ആർ ഗോയിങ് അവേ ഫ്രം കൃഷ്ണ. ദ റീസൺ ഈസ് ദാറ്റ് very simple, because sense gratification is completely based on bodily conception. Because senses എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയുടെ ഭാഗമാണ്, അല്ലേ? ശരീരത്തിൻ്റെ ഭാഗമാണ്, ആത്മാവിൻ്റെ ഭാഗമല്ല. സോ എന്ത് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ആവട്ടെ, എന്ത് ഇന്ദ്രിയ സുഖമാവട്ടെ, അത് കംപ്ലീറ്റ്ലി ബോഡിലി കൺസെപ്ഷനാണ്.
100%. സോ നമ്മൾ ആത്മീയ തലത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നു, കേൾക്കുന്നു എന്നുള്ളത് ശരിയാണ്. ബട്ട് നമ്മളത് പ്രാക്ടിക്കലി ഫോളോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദീസ് ആർ ഓൾ മെറ്റീരിയൽ സെൻസസ്, ദീസ് ആർ ഓൾ, ഇതെല്ലാം മെറ്റീരിയലാണ്, ഇതെല്ലാം ഭൗതിക തലത്തിലുള്ളതാണ്. സോ ഇത് ഭഗവാനിൽ നിന്ന് അകറ്റിക്കൊണ്ടു. കാര്യം ബോഡിലി കൺസെപ്ഷൻ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി വി ആർ ഗോയിങ് അവേ ഫ്രം കൃഷ്ണ അല്ലേ. നമ്മൾ ബോഡിലി കൺസെപ്ഷനിലല്ല ഉണ്ടാവും. വി ഷുഡ് ബി കൃഷ്ണ കോൺഷ്യസ് അല്ലേ, ബോഡി കോൺഷ്യസ് അല്ല ആവേണ്ടത്. സോ ദാറ്റ് ഈസ് എ പ്രോബ്ലം. ദ മോർ വി ഇൻഡൽജ് ഇൻ ദ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, എനി കൈൻഡ് ഓഫ് എന്ത് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ആവട്ടെ എന്താവട്ടെ, വി ആർ ആക്ച്വലി ഫോർഗെറ്റിംഗ് കൃഷ്ണ. ബിക്കോസ് വി ആർ ട്രൈങ് ടു എൻജോയ്. അതാണ് പ്രോബ്ലം. നമ്മൾ എൻജോയ് ചെയ്യാൻ നോക്കുകയാണ് അല്ലേ, നമ്മുടെ എൻജോയ്മെൻറ്റ് പ്ലെഷറുമാണ് നമ്മൾ നോക്കുന്നത്. വി ആർ നോട്ട് തിങ്കിങ് അബൌട്ട് കൃഷ്ണാസ് പ്ലെഷർ. സോ ദാറ്റ് മീൻസ് വി ആർ ബോഡിലി കൺസെപ്ഷൻ, വി ആർ ഹാവിങ് ബോഡിലി കൺസെപ്ഷൻ. ദാറ്റ് മീൻസ് നമ്മുടെ ഫോൾസ് ഈഗോ ആണ്. അതിനെ ഫോൾസ് ഈഗോയിൽ നമ്മൾ വീണ്ടും എന്താ പറയുക, ആ തീയിനകത്ത് നമ്മൾ വീണ്ടും എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആളി കത്തിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ആക്ച്വലി, അൺഫോർച്ചുനേറ്റ്ലി ഫോർ ഓൾ ഓഫ് us. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള ആസുരിക് ചിന്താഗതിയുള്ള ആളുകൾ ചിലപ്പോൾ മനുഷ്യ ശരീരം പോലും നഷ്ടപ്പെടാം അവർക്ക്. അങ്ങനെ ദീസ് അസുരാസ് ആർ ഗ്രാജുവലി റെക്ടിഫൈഡ് ടു ഗോഡ് കോൺഷ്യസ്നസ് ബൈ ദ മേഴ്സി ഓഫ് ദ ലോർഡ്സ് ലിബറേറ്റഡ് സർവീറ്റേഴ്സ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ് അക്കോർഡിംഗ് ടു സുപ്രീം വിൽ. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ അസുരന്മാരെ രക്ഷിക്കുന്നത് ആരാണ്? പ്രഭുപാജിയെ പോലുള്ള ആളുകൾ, പ്രഭുപാജിയെ പോലുള്ള വരിഷ്ഠരായിട്ടുള്ള ഭക്തർ. അവർ ഓൾറെഡി മുക്താത്മാക്കളാണ്. അവർ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വരുന്നു. അവരുടെ മഹാകാരുണ്യം കൊണ്ട് ആ അസുരന്മാരായി പോകുന്ന ആളുകൾക്ക് അവരെ ഇപ്പോൾ നമ്മളെല്ലാവരും അസുരന്മാരുടെ കാറ്റഗറിയിൽ ഉണ്ടായിരുന്ന നമ്മളെ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് സുരന്മാരുടെ കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നിരിക്കുക, അറ്റ്ലീസ്റ്റ് ഗോഡ് കോൺഷ്യസ് ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക നമ്മളെ. എങ്ങനെ സംഭവിച്ചു? ശിലപ്രഭുപാദിൻ്റെ മെർസി, അല്ലെങ്കിൽ ശുദ്ധ ഭക്തരുടെ മെർസി. അതാണ് പറയുന്നത് ഇവിടെ. Such devotees are very confidential associates of the Lord, and when they come to save the human society from the dangers of godliness, they are known as the powerful incarnation of the Lord, as sons of the Lord, as servants of the Lord, associates of the Lord. So ഇവരെല്ലാവരും ഭഗവാന്റെ ഈ പറയുന്ന ശുദ്ധ ഭക്തർ, ഇവരെല്ലാവരും വരിഷ്ഠരായിട്ടുള്ള ഭക്തർ, ഇവരെല്ലാവരും ഭഗവാന്റെ നിത്യസേവകരാണ്. അവർ നമ്മുടെ ഹ്യൂമൻ പോപ്പുലേഷനിലേക്ക് ഇറങ്ങി വരുന്നു നമ്മളെ രക്ഷിക്കാൻ വേണ്ടി. അവർ ചിലപ്പോൾ അവതാരങ്ങളായിട്ടും ചിലപ്പോൾ ഭഗവാന്റെ മക്കളായിട്ടോ അല്ലെങ്കിൽ ഭഗവാന്റെ സേവകരായിട്ടോ ഭഗവാന്റെ പാർഷദനായിട്ടോ ചിലപ്പോൾ വേറെ അവതാരങ്ങളെടുത്തോ പല രീതിയിലും അവർ വരാം. അതാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ രക്ഷിക്കാൻ വേണ്ടി. ബട്ട് നൺ ഓഫ് ദം ഫാൾസ്ലി ക്ലെയിം ടു ബി ഗോഡ് ദംസെൽവ്സ്. അവരാരും ഭഗവാനാണെന്ന് പറയുന്നില്ല. ദിസ് ഈസ് എ ബ്ലാസ്ഫെമി ഡിക്ലെയർഡ് ബൈ ദ അസുരാസ്. ദ ഡിമോണിയാക് ഫോളോവേഴ്സ് ഓഫ് സച്ച് അസുരാസ് ആർ ഓൾസോ accept pretenders as God or his incarnation. In the revealed scriptures there is definite information of the incarnation of the God. No one should be accepted as God or incarnation of God unless he is confirmed by the revealed scriptures. So പ്രഭുപാദ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചില ആളുകൾ ഇതുപോലെ അവർ ഫാൾസ്ലി പറയും ഞാൻ അവതാരമാണ്. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾ മുമ്പ് കർണാടകയിൽ ഒരാളുണ്ടായിരുന്നു. ആൾ പറഞ്ഞിരുന്നു ഞാൻ കൽക്കി അവതാരമാണ്. സ്വയം പറയുകയാണ് അവതാരമാണെന്ന്. സോ ഇത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതാ പ്രഭുപാദി പറയുന്നത്. ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് ഒരു അവതാരമെന്ന് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നത് എപ്പോഴാണ് സാധിക്കുന്നത്? ആ കാര്യം, ഈ അവതരിക്കുന്ന വിവരം, അതിൻ്റെ ഡീറ്റെയിൽസ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ കൽക്കി അവതാരം എപ്പോൾ വരുമെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏത് വർഷം എവിടെ വരും, ആരുടെ മകനായിട്ടാണ് വരുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. കൽക്കി അവതാരം ഇനി വരാൻ പോകുന്ന അവതാരമാണ് ഈ ഇപ്പോഴത്തെ യുഗത്തിൽ, 4 ലക്ഷത്തി ചില്ലാനം വർഷം കഴിഞ്ഞിട്ട്. സോ എവറിത്തിങ് ഈസ് റിവീൽഡ്. അപ്പോൾ വെറുതെ ഒരാൾക്ക് നാളെ പറയാൻ പറ്റില്ല ഞാൻ അവതാരമാണെന്നുള്ളത്. The servants of the God are to be respected as God by the devotees who actually want to go back to Godhead. ഏതാണ് ശ്ലോകം? സാക്ഷാത് ഹരിത്വേന സമസ്ത ശാസ്ത്ര അല്ലേ. ഭഗവാന്റെ ഭക്തര്, ശുദ്ധ ഭക്തര്, ഗുരുസ്ഥാനത്തുള്ളവർ, അവർ ഭഗവാനെ റെസ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. Such servants of the God are called Mahatmas or Tirthas, and they preach according to the particular time and place. So അവരൊക്കെ മഹാത്മാക്കളാണ്. The servants of God urge people to become devotees of the Lord. സോ അവരുടെ ജോലി എന്താണ്?
അവർ പ്രചരണം ചെയ്യുന്നു. ഭക്തി എന്താ പറയുക, കൃഷ്ണാവബോധം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു, മറ്റുള്ളവരെ ഭക്തരാക്കി മാറ്റാൻ അവർ ശ്രമിക്കുന്നു. ഇതാണ് അവർ ചെയ്യുന്നത്. ദേ നെവർ ടോളറേറ്റ് ബീങ് കോൾഡ് ഗോഡ്. അവരാരും അവർ ദൈവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അംഗീകരിക്കില്ല. Sri Chaitanya Mahaprabhu was God himself according to the indication of the revealed scriptures, but he played the part of the devotee. So Mahaprabhu കൃഷ്ണനാണ്, കൃഷ്ണൻ തന്നെയാണ് മഹാപ്രഭു. പക്ഷെ ഭഗവത് ഭാവത്തിലായിരുന്നില്ല ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു ഭക്തഭാവത്തിലായിരുന്നു. People who knew him to be God addressed him as God, but he used to block his ears with hands and chant the name of Lord Vishnu. So ചില ആളുകൾ പറയാറുണ്ട്, ശ്രീവാസാചാര്യയും അതേപോലെ അദ്വൈതാചാര്യൊക്കെ പറയും, ഓ മഹാപ്രഭു യു ആർ കൃഷ്ണ ഓൺലി, നിങ്ങൾ ഭഗവാൻ കൃഷ്ണനാണ്, എനിക്കറിയാം, സുപ്രീം പേഴ്സണാലിറ്റി പരമദീവന്തം പുരുഷനാണെന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ അദ്ദേഹം ചെവി പൊത്തും. മഹാപ്രഭു ചെവി പൊത്തിക്കൊണ്ട് പറയും, വിഷ്ണു വിഷ്ണു വിഷ്ണു, നിങ്ങൾ വലിയ അപരാധം ചെയ്യുകയാണ്, ഒരു സാധാരണ ജീവാത്മാവിനെ നിങ്ങൾ ഭഗവാനെന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞും മഹാപ്രഭു ചെവി പൊത്താറുണ്ട്. He strongly protested against being called God, although undoubtedly he was God. അദ്ദേഹം ഭഗവാനായിട്ടും അദ്ദേഹം അങ്ങനെ ചെയ്തു. എന്തിനാണ്? ആക്ച്വലി ടീച്ചിങ് ഓൾ ഓഫ് us that അങ്ങനെ ആർക്കും അങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റില്ല ഭഗവാനാണെന്നുള്ളത്. അത് പ്രോപ്പർലി സ്ക്രിപ്റ്റേഴ്സിൽ അത് പറഞ്ഞിരിക്കണം. The Lord behaves so to warn us against unscrupulous men who take pleasure in being addressed as God. അപ്പോൾ മഹാപ്രഭു ഒരു വാണിംഗ് പോലെ പറയുവാണ്, ഇങ്ങനെ പല ആളുകളും ചിലപ്പോൾ ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ ഞാൻ ദൈവമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ അത് ആ ട്രാപ്പിലൊന്നും നമ്മൾ വീഴാൻ പാടില്ല എന്നുള്ളതാണ്. ദ സെർവൻസ് ഓഫ് ദ ഗാഡ് കം ടു പ്രൊപ്പഗേറ്റ് ഗോഡ് കോൺഷ്യസ്നസ് ആൻഡ് ഇൻ്റലിജൻറ്റ് പീപ്പിൾ ഷുഡ് കോപ്പറേറ്റ് വിത്ത് ദം ഇൻ എവറി റെസ്പെക്ട്. സോ ഇങ്ങനെയുള്ള ശുദ്ധ ഭക്തർ ഭഗവാന്റെ അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞയക്കുന്നതാണ് അവരെ. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു കോപ്പറേഷൻ വേണം. കാര്യം അവർ നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ബൈ സെർവിങ് ദ സെർവൻറ്റ് ഓഫ് ദ ഗാഡ് വൺ ക്യാൻ പ്ലീസ് ഗാഡ് മോർ ദാൻ ബൈ ഡയറക്ട്ലി സെർവിങ് ദ ലോഡ്. സോ എന്താണ്, ഭഗവാനെ സേവനം ചെയ്യുന്ന ഭഗവാന്റെ ശുദ്ധഭക്തരെ സേവിക്കുകയാണെങ്കിൽ അത് ആക്ച്വലി ഭഗവാനെ സേവിക്കുന്നതിനേക്കാൾ കൂടുതൽ പവർഫുള്ളാണ്. ഇത് ഭഗവാൻ ആദിപുരാണത്തിൽ അർജുനോട് പറഞ്ഞിട്ടുണ്ട്. യേമേ ഭക്ത ജന പാർത്ഥ, ആ ശ്ലോകത്തിൽ പറയുന്നു, ആക്ച്വലി എൻ്റെ ഭക്തരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സേവിക്കുന്നവരല്ല, എൻ്റെ ഭക്തരെ സേവിക്കുന്നവരാണ് ശരിക്കും എൻ്റെ ഭക്തരെന്ന് ഭഗവാൻ അർജുനോട് പറയുന്നതാണ്. The Lord is more pleased when he sees that his servants are properly respected, because such servants risk everything for the service of the Lord and so are very dear to the Lord. So ഭഗവാൻ ഒരുപാട് സന്തോഷിക്കും ഭഗവാന്റെ ഭക്തരെ നമ്മൾ സേവിക്കുമ്പോൾ, ശുദ്ധഭക്തരെ സേവിക്കുമ്പോൾ. കാര്യം ഭഗവാൻ അവരോട് ഒരുപാട് ഇഷ്ടമാണ്. കാര്യം അവരുടെ ജീവിതം മുഴുവനും ഭഗവത് സേവനങ്ങൾക്കും ഈ ഭഗവത് പ്രചരണത്തിനും വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നവരാണ്. അപ്പോൾ അവരെ ഒരുപാട് ഭഗവാന് ഇഷ്ടമാണ്. അങ്ങനെയുള്ളവരെ സേവിക്കുന്നത് കാണുമ്പോൾ ഭഗവാൻ ആ സേവിക്കുന്ന ഭക്തരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. The Lord declares in Bhagavad Gita 1869 that no one is dearer to him than one who risks everything to preach his glory. ഇത് ഭഗവത്ഗീതയിലെ ശ്ലോകമാണ്. അതിൽ പറയുന്നുണ്ട്, ആരാണോ ഈ നമ്മുടെ അർജുന, ആരാണോ നമ്മുടെ ഈ സംവാദം പ്രചരിപ്പിക്കുന്നത് അവർ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണെന്ന് പറയുന്നുണ്ട്. So by serving the servants of the Lord, one gradually gets the quality of such servants and thus one become qualified to hear the glories of the Lord. So എന്താണ് റിസൾട്ട് ഉണ്ടാകുന്നത്? അപ്പോൾ നമ്മൾ ഈ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ തന്നെ, ഈ ശ്ലോകത്തിൽ പറയുന്നത്, ഈ ശ്ലോകം നമ്മൾ വായിച്ചപ്പോൾ കണ്ടു, ഭഗവാന്റെ ഭക്തരെ സേവിക്കുമ്പോൾ നമുക്ക് ഭഗവാനെക്കുറിച്ച് കേൾക്കാനുള്ള രുചി കിട്ടുന്നു, അല്ലേ? അപ്പോൾ ഇവിടെ അതാണ് പറയുന്നത്. നമ്മൾ അങ്ങനെയുള്ള ശുദ്ധ ഭക്തരെ നമ്മൾ സേവിക്കുമ്പോൾ അവരുടെ ക്വാളിറ്റീസ് നമുക്ക് ഇംബൈബ് ചെയ്യാൻ പറ്റുന്നു. ഇതാണ് പോയിന്റ്. സി, ദിസ് ഇസ് ദ മെയിൻ പോയിന്റ്. നമ്മൾ ഒരു നല്ല ഭക്തരിൽ നിന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ, സംഘമെടുക്കുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? അവരുടെ നല്ല ക്വാളിറ്റീസ് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. കുറച്ചൊക്കെ ആ ക്വാളിറ്റീസ് നമ്മൾ ഇംബൈബ് ചെയ്യുന്നു, സ്പോഞ്ച് പോലെ. എല്ലാം ഇമിറ്റേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല, ബട്ട് ആ നല്ല ക്വാളിറ്റീസ് കുറച്ച് നമ്മളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് അസോസിയേഷൻ്റെ ഒരു പവർ. നമ്മൾ അതേപോലെ തന്നെ മോശമായിട്ടുള്ള ഒരാളോട് കൂടെയാണ് കൂടുന്നതെന്ന് വെച്ചാലോ ആ മോശം ക്വാളിറ്റീസും നമ്മൾ എടുക്കും. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറയുന്നത്.
ഈവൻ ഭക്തരുടെ ഡിവോട്ടി സർക്കിളിനകത്താണെങ്കിലും മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരും എല്ലാത്തിലും കുറ്റം കണ്ടെത്തുന്ന ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കും ആ ക്വാളിറ്റീസൊക്കെ, ആ മോശമായിട്ടുള്ള ക്വാളിറ്റീസൊക്കെ നമ്മളിലും വരും. സോ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും കെയർഫുൾ ആയിരിക്കണം എന്ന് പറയുന്നത്. സോ ഭഗവാന്റെ നല്ല ഭക്തരുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ അവരുടെ നല്ല ക്വാളിറ്റീസ് നമുക്ക് കിട്ടും. അപ്പോൾ ഭഗവാന്റെ ശുദ്ധ ഭക്തർക്ക് അവർക്ക് എപ്പോഴും ഭഗവാനെക്കുറിച്ച് കേൾക്കാനുള്ള താല്പര്യമുള്ളവരാണ്. ദേ ആർ ഓൾവേസ് ഇൻട്രസ്റ്റഡ്. അവരുടെ മെയിൻ പർപ്പസ് തന്നെ ഭഗവാനെക്കുറിച്ച് കേൾക്കുക. എങ്ങനെയാണ് നാരദമുനി കേൾക്കുന്നു, പറയുന്നു. അതാണ് ശ്രവണം കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ നാരദമുനിയെ പോലെ ഇപ്പോൾ നാരദമുനിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാരദമുനിയുടെ നല്ല ക്വാളിറ്റീസ് നമുക്ക് കിട്ടുന്നു. അതേപോലെ ഭഗവാന്റെ ശുദ്ധ ഭക്തരുമായിട്ട് നമ്മൾ സംഘം അവരെ സേവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുമായിട്ട് അസോസിയേഷൻ കിട്ടുവാണെങ്കിൽ വാട്ട് ആർ വി ഗെറ്റിംഗ് ആക്ച്വലി അവരുടെ ക്വാളിറ്റീസ് കിട്ടുന്നു. അവരുടെ ക്വാളിറ്റീസിലെ ഒരു ക്വാളിറ്റിയാണ് ഭഗവാനെക്കുറിച്ച് കേൾക്കാനുള്ള താല്പര്യം. സോ നാച്ചുറലി നമ്മുടെ ഹരികഥ കേൾക്കാനുള്ള ഈഗർനെസ് അല്ലെങ്കിൽ ആ ഒരു താല്പര്യം കൂടുന്നു. ദ ഈഗർനെസ് ടു ഹിയർ അബൌട്ട് ഗോഡ് ഈസ് ദ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ ഓഫ് എ ഡിവോട്ടി എലിജിബിൾ ഫോർ എൻറ്ററിങ് ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. അണ്ടർലൈൻ ചെയ്യേണ്ട പോയിൻ്റാണിത്. അതായത് അഗെയിൻ പ്രഭുപാദജിയുടെ സ്ട്രോങ് സ്റ്റേറ്റ്മെൻറ്റ്, ഈഗർനെസ് ടു ഹിയർ അബൌട്ട് ഗോഡ്, ഭഗവാനെക്കുറിച്ച് കേൾക്കാനുള്ള ഈഗർനെസ്. അതാണ് നേരത്തെ നമ്മൾ പറയുന്നത്, ഹരികഥ കേൾക്കാനുള്ള താല്പര്യം എന്ന് പറയുന്നത്. ഈഗർനെസ് ഈസ് ദ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ ഓഫ് എ ഡിവോട്ടി എലിജിബിൾ ഫോർ എൻറ്ററിങ് ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. സോ ഭഗവത് ധാമത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇതാണ് ആദ്യത്തെ ക്വാളിഫിക്കേഷൻ. ഭഗവാനെക്കുറിച്ച് കൂടുതൽ കേൾക്കുവാനുള്ള ആ ആഗ്രഹം. നമുക്കിപ്പോൾ ഇന്നത്തെ സമയത്ത് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ത്വരയാണ് വരുന്നത്, ഏർജസ് ആണ് വരുന്നത്. സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, ഒരുപാട് ത്വരകൾ എന്ന് പറയും. ത്വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ചില ഫീലിങ്സ് ആണ് നമുക്ക്. ഒരു ഗുലാബ് ജാമുൻ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കഴിക്കാനുള്ളൊരു ത്വര നമുക്ക് വരുന്നു. അതുപോലെ ഓരോ സെൻസസിനും ഉണ്ട് പ്രശ്നങ്ങൾ. എന്നാൽ നമുക്ക് ഹരികഥ, നല്ല ഭക്തരിൽ നിന്ന് ഹരികഥ കേൾക്കാനുള്ള നമ്മൾ കേൾക്കുകയാണ്, ഇന്ന ഒരു ഭക്തൻ വന്നിട്ടുണ്ട്, നല്ല ഭക്തനാണ്, നന്നായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. സോ നമ്മൾ അവിടെ പോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു, അവിടെ പോകുന്നു, കേൾക്കുന്നു, അതിനുവേണ്ടി നമ്മൾ ബാക്കി തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇതിന് പ്രയോറിറ്റി കൊടുത്ത് പോകുക എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് നമുക്കത് കേൾക്കാനുള്ളൊരു ടേസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ അതാണ് ഈഗർനെസ് ടു ഹിയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഈഗർനെസ് ആണ് വി ഹാവ് ടു ഡെവലപ്പ്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ ടു എൻറ്റർ ഇൻ ടു കൃഷ്ണാസ് അബോർഡ്. സോ ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഹരികഥ കേൾക്കാനുള്ള ഈഗർനെസ് നമ്മൾ കൂട്ടിക്കൊണ്ടുവരണം. അതെങ്ങനെയാണ് കൂടുന്നത്? അതിനുള്ള സൊല്യൂഷനും പറഞ്ഞു, അതിനുള്ള കാര്യവും പറഞ്ഞു. ഭഗവാന്റെ ഭക്തരെ സേവിക്കുമ്പോൾ അതൊരു കാര്യം, സേവിക്കുക, അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുടെ അസോസിയേഷൻ എടുക്കുക, നല്ല ഭക്തരുടെ അസോസിയേഷൻ എടുക്കുക. അപ്പോൾ ഓൾറെഡി ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണെങ്കിൽ, ഹരികഥ കേൾക്കാനും നാമത്തിലും ഒക്കെ രുചിയുള്ള ആൾക്കാരാണെങ്കിൽ, അങ്ങനെയുള്ള ആളുകളുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ആ രുചി നമുക്കും കിട്ടും. ഇതാണ് അതിൻ്റെ സീക്രട്ട്. അല്ലാതെ ഇത് ഓപ്പൺ സീക്രട്ടാണ് ആക്ച്വലി. ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു, ആ ക്വാളിറ്റീസ് നമ്മൾ ഇംബൈബ് ചെയ്യും. സോ ഇറ്റ് ഈസ് അപ് ടു അസ് whom we are associating. സോ ഭഗവാൻ അനുഗ്രഹിച്ച് നമുക്കെല്ലാവർക്കും അങ്ങനെ നല്ല അസോസിയേഷൻ കിട്ടട്ടെ എപ്പോഴും. സോ ദാറ്റ് ഭഗവാനെക്കുറിച്ച് കേൾക്കുവാനും ഭഗവാന്റെ നാമം ജപിക്കാനുള്ള രുചി നമുക്കെല്ലാവർക്കും ഓരോ ദിവസം തോറും കൂടി വരട്ടെ. ഇതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന, ഇതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം. ഭഗവാൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം ഹരേ രാം 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 ഹരേ ഹരേ. ग्रंथराज श्रीमद् भागवतम की जाय. जगत गुरु शिला प्रभुपाद की जाय. शिला गुरुदेव की जाय. शचीनंदन श्री गौर हरि की जाय. श्री वृंदावन धाम की जाय. जय जय श्री राधे श्याम. हरे कृष्ण. थैंक यू.